ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഒരു ടൂട്ടി ഫ്രൂട്ടി മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. നമ്മളൊക്കെ ബേക്കറികളിൽ നിന്നൊക്കെ ഒത്തിരി വാങ്ങി കഴിച്ചിട്ടുള്ളൊരു ബ്രെഡായിരിക്കും ഇത്. അപ്പോൾ ഇനി മുതൽ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിലും ടേസ്റ്റിലും വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു ബ്രെഡ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ ബ്രെഡ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിൽ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് 2.5 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം വേണം, അതുകൊണ്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. പാലിലോ വെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡിന് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടല്ലോ, ടൂട്ടി ഫ്രൂട്ടി ബ്രെഡിന്, അതുകൊണ്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ കഴിക്കാനായതുകൊണ്ട് തന്നെ കളറൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വൈറ്റ് കളറിൽ തന്നെ ഇരുന്നാൽ മതിയാവും. ഇനി ഒരു മിക്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടറിന് പകരമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മുട്ടയൊന്നല്ല, ചെറിയ മുട്ട എടുത്താൽ മതി. ഇനി മുട്ട കഴിക്കുകയില്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, സ്കിപ്പ് ചെയ്യാം. അതിന് പകരമായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രെഡിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മുട്ടയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള പാലാണ്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 60 ml ആണ് വരുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഒരു 2-3 തവണയായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. 1/4 കപ്പ് എന്ന് പറയുന്നത് 180 ml ആണ്. അങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ ബ്രെഡിൻ്റെ ഡോ വെച്ചിട്ട് 2 കൈ ഉപയോഗിച്ചൊരു 15 മിനിറ്റ് എങ്കിലും കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബ്രെഡ്. കുഴച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് നല്ല ഒട്ടൽ തോന്നി തുടങ്ങും. ആ ഒരു സമയത്ത് കുറച്ചും കൂടെ മൈദയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് തോന്നും. ഇട്ട് കൊടുക്കരുത്. അതിന് പകരമായിട്ട് കുറച്ച് ബട്ടറോ കുറച്ച് ഓയിലോ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ്. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്. ഇനി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഒട്ടലൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ഡോയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരവും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ഇതിനു മുമ്പും ഒരു മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല കമൻസൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും 25-30 രൂപയോ കൊടുത്താൽ നമുക്ക് കടയിൽ നിന്നൊക്കെ ബ്രെഡ് വാങ്ങിക്കാം. ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് മുറിച്ച് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒട്ടലൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ല സോഫ്റ്റ് ഡോയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഉരുട്ടി ഒരു ബോളാക്കി എടുക്കാം. ബോളാക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഈ ഡോ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ടും കുറച്ച് ഓയിലോ ബട്ടർ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി.
ഇനി ചെറിയ നനവുള്ള തുണി വെച്ചിട്ടോ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഈ മാവ് പൊങ്ങി വന്നിട്ട് ഡബിൾ സൈസായിട്ട് വരണം. നല്ല ചൂടായിട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇനി തണുത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ ഇത് ഡബിൾ സൈസായിട്ട് വരാൻ കുറച്ച് താമസമുണ്ട്. അതുകൊണ്ട് ചൂടുള്ള സ്ഥലത്ത് വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഒരു 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നല്ല ഡബിൾ സൈസായി വന്നു. ഇനി ഇത് കൈകൊണ്ട് ഒന്നും കൂടി ഇടിച്ചിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളയാം. ഇനി ഈ മാവ് നമുക്കൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണേ. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദയൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി ബലമെടുത്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ബ്രെഡിനുള്ള ഡോയ് ഇവിടെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ടോ ചപ്പാത്തിക്കോല് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതായത് നമ്മൾ ഏത് ബ്രെഡ് ടിന്നാണോ എടുക്കുന്നത് ആ ഒരു ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്നും കൂടി ഒന്ന് വലിച്ച് നന്നായിട്ട് ടൈറ്റാക്കി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബ്രെഡ് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് തേച്ച് കൊടുക്കാം. 135 രൂപയ്ക്കാണ് ഞാൻ ഈ ടിന്ന് വാങ്ങിയിട്ടുള്ളത്. ബേക്കിങ്ങിൻ്റെ ടിന്നൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വില കുറച്ചിട്ടാണ് കിട്ടിയത്. കടയിൽ വില ചോദിച്ചപ്പോൾ 325 രൂപയാണ് പറഞ്ഞത്. എല്ലായിടത്തും ആ ഒരു റേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ അതെ. ബ്രെഡിൻ്റെ ടിന്നിനും ബേക്കിങ്ങിൻ്റെ ടിന്നിനൊക്കെ വളരെ വില കുറച്ച് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു ടിന്നിലേക്ക് ബ്രെഡിൻ്റെ ഡോ ഇറക്കി വെച്ച് കൊടുക്കാം. ഡോ ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെക്കണം. ഞാൻ ഈ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെയാണ് അടയ്ക്കുന്നത്. അടപ്പില്ലാത്ത ടിന്നൊക്കെ ആണെങ്കിൽ തുണി വെച്ചിട്ടോ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ മൂടി വെച്ചാൽ മതി. 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഡോയ് വീണ്ടും ഡബിൾ സൈസായിട്ട് വരും. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ പാലോ തേച്ച് കൊടുക്കാം. പാലിന് പകരം ഓയിൽ തേച്ച് കൊടുത്താലും മതി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് പോലെ ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടച്ച് വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അടച്ച് വെച്ചില്ലെങ്കിൽ ബേക്കായി വരുമ്പോഴേക്കും നടുഭാഗം മാത്രമായിട്ട് പൊങ്ങിപ്പോകും. കറക്റ്റ് ബ്രെഡിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അടപ്പില്ലാത്തവരാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഓവൻ ഇല്ലാത്തവർക്കും ഈ ഒരു ബ്രെഡ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കുക്കറിലൊന്നും ഈ ഒരു ടിന്ന് ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഈ ടിന്ന് ഇറങ്ങുന്ന പരുവത്തിലുള്ള വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ഉപ്പിട്ട് കൊടുക്കുക. അതിലൊരു തട്ടും വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനും ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് സമയം മാറ്റം വരും. അങ്ങനെ 40 മിനിറ്റായി ബ്രെഡ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ല കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നടുഭാഗം പൊങ്ങിയൊന്നും പോയിട്ടില്ല. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഈ ബ്രെഡിന് മുകളിൽ കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ അതിന് പകരം കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താലും മതി. പിന്നെ ഈ ടിന്നിൽ തന്നെ ബ്രെഡ് ഇരുന്നാൽ ഇത് ശരിക്കും ആവിച്ച് പോകും. ആവിച്ച് കഴിഞ്ഞാൽ ബ്രെഡ് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഒട്ടലായിരിക്കും. അതുകൊണ്ട് ചൂടോടെ തന്നെ നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ബ്രെഡ് തണുത്ത് വന്നതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കുവാണേ. സാധാ ബ്രെഡ് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരുപടി ടേസ്റ്റ് മുന്നിലാണ് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ബ്രെഡിനുള്ളത്. വാനില എസൻസ് ഒക്കെ ചേർത്തുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു കേക്കിൻ്റെ ടേസ്റ്റും കൂടിയാണ് വരുന്നത്. ഇനി മുതൽ ഓവനുള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കും ഒക്കെ വീട്ടിൽ തന്നെ ഈ ഒരു ബ്രെഡ് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.